ഇന്നത്തെ തിരുവരങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ബൈബിൾ ക്ലാസ് ഇഷ്ടമാണോ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫറവോ രാജാവ് ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാൻ മടി കാണിച്ചു. അങ്ങനെ വന്നപ്പോൾ 10 ബാധകൾ അയക്കുന്നുണ്ട്. നിങ്ങൾ അതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? എങ്കിൽ നമുക്കിന്നത് പഠിക്കാം. പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. സ്നേഹനാഥനായ യേശുവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയുടെ സന്നിധിയിൽ വചനം പഠിക്കുവാനും അത് ഗ്രഹിക്കുവാനും അത് അനേകരോട് പ്രഘോഷിക്കുവാനും ആഗ്രഹിച്ച് അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു. ദൈവമേ, ഈ തിരുവരങ്ങിലൂടെ വചനം കൂടുതൽ ഗ്രഹിച്ച് അനേകർക്ക് പകർന്നു നൽകുവാൻ കുഞ്ഞുങ്ങളായ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, പാപികളും ബലഹീനരുമായ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറവുകളും പ്രലോഭനങ്ങളും ഞങ്ങൾക്ക് വന്നിട്ടുള്ള എല്ലാ ബലഹീനതകളും ദൈവമേ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുനാമത്തിൻ്റെ വലിയ ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യേശുവേ പിതാവേ, സ്വർഗത്തിലെ എല്ലാ മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാം. നമുക്ക് ഇന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 7, 8 അധ്യായങ്ങളായിട്ടാണ് ആദ്യത്തെ 2 ബാധകളെക്കുറിച്ച് വിവരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഫറവോയുടെ അടുക്കലേക്ക് മോശ വന്ന കാര്യം കേട്ടിട്ടുണ്ടോ? അങ്ങനെ മോശ വന്നിട്ട് ഇസ്രായേൽ ജനത്തെ വിട്ടയക്കണമെന്നൊക്കെ പറഞ്ഞു അല്ലേ? എന്നിട്ട് ഫറവോ വിട്ടയച്ചോ? മോശ പറഞ്ഞിട്ട് ഫറവോ വല്ലതും അനുസരിക്കുന്നുണ്ടോ? കൂടുതൽ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇസ്രായേൽ ജനത്തിൻ്റെ ഈ കഷ്ടപ്പാടെല്ലാം കണ്ടിട്ടും ഫറവോയ്ക്ക് യാതൊരു വ്യത്യാസവും വന്നില്ല, ഒരു മനസ്സിനൊരു മാറ്റം വന്നില്ല. മോശ ഇതെല്ലാം കണ്ടിട്ട് അങ്ങ് വിഷമിച്ച് മോശ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുക. ദൈവമേ, നീ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്? ഞാൻ പറയുന്ന കാര്യം ഫറവോ ചെയ്യുന്നുമില്ല. അങ്ങ് എന്നോട് പറയുന്നതും കൽപ്പിക്കുന്നതും എല്ലാം ഞാൻ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ജനത്തിന് കൂടുതൽ കഷ്ടപ്പാടുണ്ടാകുക. ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ വീണ്ടും ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുക. സർപ്പമായിട്ട് മാറിയ ഒരു വടി നിൻ്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വടി എടുക്കാൻ, ഞാൻ നിനക്കൊരു വടി തന്നിട്ടുണ്ടല്ലോ. ആ വടി കൊണ്ട് നീ എന്തെല്ലാം ചെയ്യുന്നോ അതെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ സർപ്പമായി മാറിയ ആ വടി കയ്യിലെടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. മോശ പതുക്കെ ആ വടി കയ്യിലെടുത്തു. മോശയ്ക്ക് മനസ്സിലായി, പണ്ടൊരു അനുഭവം ഉണ്ടായതാ. അപ്പോൾ ഈ വടിയും ദൈവം പറയുന്ന അനുസരിക്കുകയും കൂടെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് മോശയ്ക്ക് മനസ്സിലായി. മോശ ഈ വടിയായിട്ട് നേരെ നടന്നു. അങ്ങനെ ചെന്നപ്പം ഫറവോ രാജാവ് നൈൽ നദിയുടെ തീരത്ത് ഒന്ന് കുളിക്കാനായിട്ട് വന്നതാ. ആ ഫറവോ രാജാവിൻ്റെ അടുക്കിലേക്ക് മോശ വന്നു. മോശ പറഞ്ഞു, ഫറവോ രാജാവേ, ഞാൻ പറഞ്ഞ കാര്യം അങ്ങ് ഇതുവരെയും ചെയ്തില്ലല്ലോ. പറഞ്ഞു, നീ പറയുന്ന കർത്താവിനെ ഒന്നും ഞാൻ അറിയില്ല, ഈ കർത്താവ് പറയുന്ന കാര്യമൊന്നും ഞാനൊട്ട് ചെയ്യുകയില്ല. ഓ, അത് ശരി, എന്നാൽ ഒരു കാര്യം ചെയ്തോ. നേരത്തെ തന്നെ കർത്താവ് മോശയോട് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു, നീ ആ വടി എടുക്കണം, ആ വടി എടുത്തുകൊണ്ട് നൈൽ നദിയുടെ മേളിൽ നീ അടിക്കണം. നൈൽ നദിയുടെ മുകളിൽ അത് അടിച്ചാൽ നദിയിലെ ജലം മുഴുവനും രക്തമായിട്ട് മാറും. അങ്ങനെ ഈജിപ്തിലെ ജലം മുഴുവനും നദിയിലെയും കുളങ്ങളിലെയും തോടുകളിലെയും ആ ഒരു വീട്ടിൽ കോരി വെച്ചിരിക്കുന്ന വെള്ളമുണ്ട്, ആ വെള്ളം മുഴുവനും രക്തമായിട്ട് മാറും. അത് ഫറവോ രാജാവിന് ഇത് കാണുമ്പോൾ മനസ്സിലാകും, ഇത് ദൈവത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ്. അങ്ങനെ ഫറവോ രാജാവ് ജനത്തെ വിട്ടയക്കാൻ നിർബന്ധിതനായി തീരും. മോശയ്ക്കും സന്തോഷമായി. ഇങ്ങനെ ദൈവം പറഞ്ഞ അതേ കാര്യമാണ് വീണ്ടും മോശ ഫറവോ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നത്. അങ്ങനെ നൈൽ നദിയിൽ കുളിക്കാനായിട്ട് വന്നതാണ് ആര്? അങ്ങനെ ഫറവോ രാജാവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് കുളിക്കാനായിട്ട് ഒരുങ്ങി വന്ന ഫറവോ രാജാവിനോട് പറഞ്ഞു, എന്നാ ഇപ്പം കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് മോശ എന്ത് ചെയ്തു? എന്തെടുത്തു? വടിയെടുത്തു. എന്നിട്ട് നൈൽ നദിയുടെ മേളിലേക്ക് ഒരൊറ്റ അടി. നൈൽ നദിയിലെ വെള്ളം മുഴുവനും എന്തായിട്ട് മാറി?
ആദ്യം ഫറവോ രാജാവ് ഒന്ന് പരുങ്ങി. ഇതെന്ത് സംഭവിക്കുന്നേ? ഒന്നും പറയാം, ഓ ഇതാണോ കാര്യം, എൻ്റെ മന്ത്രവാദികളും ഇതെല്ലാം ചെയ്യും. എൻ്റെ മന്ത്രവാദികൾ മാന്ത്രിക ശക്തിയാൽ വെള്ളത്തെ രക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമൊന്നുള്ള കാര്യമൊന്നുമല്ല. ഫറവോ രാജാവ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ജനം മുഴുവൻ ഫറവോ രാജാവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. രാജാവേ, നദിയിലെ മീൻ മുഴുവൻ ചത്തൊടുങ്ങി, ഞങ്ങളുടെ വീട്ടിൽ കോരി വെച്ചിരുന്ന വെള്ളം മുഴുവനും രക്തമായിട്ട് മാറി, എവിടുന്നും ദുർഗന്ധം വമിക്കുന്നു, എല്ലാ ജീവികളും ചത്തൊടുങ്ങുന്നു. അങ്ങനെ ഈജിപ്റ്റ് മുഴുവൻ നാശം വന്നിരിക്കുക. ഫറവോയുണ്ടോ കീഴടങ്ങുന്നു. ഫറവോ പറഞ്ഞു, നിങ്ങൾ എന്തായി പറയുന്നേ? ഈ മോശ പറയുന്നൊന്നും ഒരു കാര്യമൊന്നുമല്ല. നമ്മുടെ മന്ത്രവാദികൾ ഇതൊക്കെ ചെയ്യും, മാന്ത്രിക വിദ്യയാൽ ഇതെല്ലാം ചെയ്യാം, അതിന് കർത്താവിൻ്റെ പ്രത്യേക ശക്തിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഫറവോയുടെ ഹൃദയം കൂടുതൽ കഠിനമായെന്ന വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഫറവോ രാജാവിൻ്റെ ഹൃദയം കൂടുതൽ കൂടുതൽ കഠിനമായി. അവൻ ജനത്തെ കൂടുതൽ പണിയിപ്പിക്കാൻ തുടങ്ങി, കൂടുതൽ പീഡിപ്പിക്കാൻ തുടങ്ങി, ഭക്ഷണം കൊടുക്കാതിരിക്കുന്നു. അങ്ങനെ വന്ന് മോശ വീണ്ടും ദൈവത്തോട് പോയി പ്രാർത്ഥിക്കുക. മോശ കർത്താവിൻ്റെ അടുക്കിലേക്ക് അല്ലാതെ വേറെ എങ്ങോട്ടും പോകാനില്ല. ചെന്ന് പറഞ്ഞു, എൻ്റെ ദൈവമേ, നദിയിലെ വെള്ളം രക്തമായി മാറും, ഫറവോ ഇപ്പം വിട്ടയക്കും നോക്കി ഓർത്തിട്ട് ഒരു രക്ഷയില്ലല്ലോ. ഈ ഫറവോ രാജാവ് ഈ ജനത്തെ വിട്ടയക്കുന്നില്ല. നീ ഇനി എന്നായി ജനത്തെ എല്ലാം മോചിപ്പിക്കുന്നത്? ഫറവോ രാജാവ് ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കുന്നു, അങ്ങാണെങ്കിൽ ജനത്തെ ഒട്ട് മോചിപ്പിക്കുന്നുമില്ല. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? വീണ്ടും ദൈവം പറഞ്ഞു, ഇതാ രണ്ടാമത്തെ ബാധ. ആദ്യത്തെ ബാധ എന്തായിരുന്നു? രണ്ടാമത്തെ ബാധയാണ് തവളകളെ അയക്കുക. വീണ്ടും ഫറവോ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറയാൻ പറഞ്ഞു. വീണ്ടും മോശ പോയി, വിട്ടുതരുമോ? ഫറവോ രാജാവേ, 3 ദിവസത്തേക്ക് ഈ ജനത്തെ ഒന്ന് വിട്ടയക്ക്. ഞങ്ങൾ 3 ദിവസം യാത്ര ചെയ്ത് മരുഭൂമിയിൽ ചെന്ന് കർത്താവിന് ബലിയർപ്പിച്ചിട്ട് ഉടനെ തിരിച്ചു വരാം. ഈ ജനത്തെ മുഴുവൻ നിനക്ക് കൊണ്ടുപോകണല്ലേ ബലിയർപ്പിക്കാൻ? ഓ, കർത്താവ് പറഞ്ഞു. ഇങ്ങനെ ഒരു കർത്താവും ഇല്ല, ഇങ്ങനെ ഒരു ബലിയർപ്പണവും ഇല്ല. ആര് പറഞ്ഞു? ഈ ജനം മുഴുവൻ അലസര, അവർക്ക് ജോലി ചെയ്യാൻ കഴിയല. ഞാനൊട്ട് ഈ ജനത്തെ വിട്ടുതരുന്നുമില്ല, നീ പോകാൻ പറഞ്ഞു. ദൈവം രണ്ടാമത്തെ ബാധ അയച്ചു. തവളകൾ. കൊട്ടാരത്തിൽ മുഴുവൻ തവളകൾ, വീടുകളിൽ മുഴുവൻ തവളകൾ. ആ നദിയിലുണ്ടായിരുന്ന തവളകളെല്ലാം കായലിലും നദിയിലും ഉണ്ടായിരുന്ന തവളകളെല്ലാം കരയിലേക്ക് കയറി. എല്ലാവരുടെയും വീട്ടിലും ബെഡയിലും അടുക്കളയിലും പാത്രത്തിലും എല്ലാം തവളകൾ. ആളുകൾക്ക് ജീവിക്കാൻ പറ്റാതായി. ജനം വന്ന് ഫറവോ രാജാവിനോട് പറഞ്ഞു, എൻ്റെ ഫറവോ രാജാവേ, ഞങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നേ? ആണ്ട കൊട്ടാരത്തിലേക്ക് വരുന്നു, നിന്റെ കടപ്പറയിലും വന്നു, തീൻമേശയിലും വന്നു, എല്ലായിടത്തും തവളകളാ, ജീവിക്കാൻ ഒരു മാർഗവുമില്ല. മന്ത്രവാദിനെയോ മോശയോ കർത്താവിനെയോ ആരെയാന്നാ കൊണ്ടുവന്ന് ഈ ബാധയെല്ലാം ഒന്ന് ഒഴിപ്പിക്കുക. ഫറവോ പറഞ്ഞു, ഇത് മോശയുടെ പണിയാ, വേഗം തന്നെ മോശയെ വിളിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഫറവോ രാജാവ് മോശയെ വിളിപ്പിച്ചു. പറഞ്ഞു, എൻ്റെ പൊന്നു മോശേ, നീ ഇതിനെയെല്ലാം ഒന്ന് അകറ്റി നിർത്ത്. ജനത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല, കൊട്ടാരത്തിൽ എനിക്കും ജീവിക്കാൻ പറ്റുന്നില്ല. നീ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്ക്, ഈ തവളകളെ ഒന്ന് ഒഴിവാക്കാനായിട്ട്. അപ്പം ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കാം, എപ്പോഴാണ് പ്രാർത്ഥിക്കണ്ടേ? അത് നീ പറയാൻ പറഞ്ഞു. ഫറവോ പറഞ്ഞു, നാളെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, നാളെ ഈ തവളകൾ മുഴുവനും കായലിലേക്ക് പൊക്കോളും, നീ പേടിക്കണ്ട, കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാം, അങ്ങനെ തന്നെ കർത്താവ് ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഓ ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. മോശ പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തവളകളെല്ലാം കായലിലേക്ക് പോയി, കരയിലുണ്ടായിരുന്ന തവളകളെല്ലാം ചത്തൊടുങ്ങി. അങ്ങനെ തവളകളുടെ ശല്യം എല്ലാം പോയി. ഈ 2 ബാധ അയച്ചിട്ടും ഫറവോ രാജാവ് ഇസ്രായേൽ ജനത്തെ വിട്ടയച്ചോ? ഇല്ല. ഇങ്ങനെ ദൈവം തൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ സമയാസമയങ്ങളിൽ വിളിക്കുകയും ഓരോരുത്തർക്കും ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുകയും അവരെ അയക്കുകയും ചെയ്യും. അപ്പം ദൈവം അയക്കുന്നിടത്ത് പോകുവാനും ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്യുവാനും നമുക്ക് സാധിക്കണം. അതുപോലെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് പല ആളുകൾ നമ്മുടെ അടുക്കിലേക്കും വരും. ശരി, നമുക്ക് ഈ സ്കിറ്റ് കളിക്കാൻ പറ്റുമോ? ഒരാൾ മോശയാകണം, ഫറവോ ആകണം, അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഡ്രസ്സൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ സ്കിറ്റ് കളിക്കാൻ പറ്റുകയല്ലേ?
നമ്മുടെ കൂട്ടുകാർ കളിക്കുന്ന സ്കിറ്റ് നമുക്കിപ്പോൾ കാണാം. കർത്താവേ, അങ്ങ് എന്തിനാണ് ഈ ദാസനെ പരീക്ഷിക്കുന്നത്? ഇസ്രായേൽ ജനത്തോട് എന്തിനാണ് ദൈവമേ ഇത്ര ക്രൂരമായി പെരുമാറുന്നത്? എന്തിനാണ് ദൈവമേ എന്നെ ഫറവോയുടെ അടുക്കൽ അയച്ചത്? ഞാൻ അങ്ങയുടെ നാമത്തിൽ ഫറവോയുടെ അടുക്കൽ സംസാരിക്കാൻ ചെന്ന സമയം മുതൽ അവൻ ഈ ജനത്തെ കഷ്ടപ്പെടുത്തുകയാണ് ദൈവമേ. കർത്താവേ, അങ്ങ് എന്തുകൊണ്ടാണ് ഈ ജനത്തെ മോചിപ്പിക്കാത്തത്? മോശെ, ഫറവോ കഠിനഹൃദയനായി തീർന്നിരിക്കുന്നു. അവൻ ജനത്തെ വിട്ടയക്കാൻ വിസമ്മതിക്കുന്നു. രാവിലെ നീ ഫറവോയുടെ അടുക്കലേക്ക് പോകുക. അവൻ നദിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നീ നദീതീരത്ത് അവനെ കാത്തു നിൽക്കണം. ചെയ്യേണ്ടതെന്തെന്ന് അപ്പോൾ ഞാൻ പറയാം. കർത്താവേ, ഈ ദാസനോട് കരുണ തോന്നണമേ. ഈ ദാസൻ വാക്ചാതുര്യമില്ലാത്തവനാണ്. ഫറവോയോട് സംസാരിക്കാൻ ഈ ദാസന് സാധിക്കില്ല ദൈവമേ. മോശെ, സർപ്പമായി മാറിയ ആ വടിയും കയ്യിലെടുക്കുക. നദീതീരത്തേക്ക് ഉടൻ യാത്ര പോവുക. കർത്താവേ, ഇതാ ദാസൻ അനുസരിക്കുന്നു. നദിയിലെ ജലം എത്ര പരിശുദ്ധമാണ്! നമ്മുടെ രാജ്യമായ ഈജിപ്തിന്റെ സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനുമെല്ലാം കാരണം ഈ നൈൽ നദി തന്നെ. ഈ നൈൽ നദിയിലെ സ്നാനമാണ് ഈ ഫറവോയുടെ ആരോഗ്യത്തിന് കാരണം. ഒന്ന് കുളിക്കുക തന്നെ ചെയ്യാം. ഫറവോ മഹാരാജാവ് നീണാൾ വാഴട്ടെ. എന്തു വേണം? ഹെബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. മരുഭൂമിയിൽ അവിടുത്തേക്ക് ബലിയർപ്പിക്കുവാൻ അവിടുത്തെ ജനത്തെ വിട്ടയക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. നീ പറയുന്ന ഈ കർത്താവിനെ ഞാൻ അറിയുകയില്ല. അറിയാത്ത ഒരു കർത്താവിനെ അനുസരിക്കേണ്ട കാര്യം ഈ ഫറവോയ്ക്കില്ല. കർത്താവിനെയോ അവിടുത്തെ മഹത്വത്തെയോ അറിയാത്തത് കൊണ്ടാണ് നീ ഈ ധിക്കാരം പറയുന്നത്. നീ എന്നെ കളിയാക്കുകയാണോ? അല്ല, കർത്താവിനെ ധിക്കരിച്ച് ജനത്തെ വിട്ടയച്ചില്ലെങ്കിൽ നീ ദുഃഖിക്കേണ്ടി വരും. കൊള്ളാം, ഈ ഫറവോ ദുഃഖിക്കുകയോ? നിനക്ക് ഇന്ന് വരെ ഈ പറയുന്ന കർത്താവിനെ കാണിച്ചു തരാൻ സാധിച്ചിട്ടില്ല. നീ വിശ്വസിക്കേണ്ടതിന് കർത്താവ് നിനക്ക് ഒരു അടയാളം കാണിക്കുന്നു. ഞാൻ ഈ വടി കൊണ്ട് ഈ നൈൽ നദിയിൽ അടിച്ചാൽ ഈ നദിയിലെ ജലം മുഴുവൻ രക്തമായി മാറും. വെറുതെ സമയം കളയാതെ പോകൂ, ഞാൻ സ്നാനം ചെയ്യട്ടെ. കർത്താവേ, അങ്ങാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും അധിപനുമെന്ന് ഈ ലോകം അറിയട്ടെ. അങ്ങേ അറിയാത്തവർ അങ്ങേ അറിയട്ടെ. അങ്ങയുടെ നാമം മഹത്വമുള്ളതാകട്ടെ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ അങ്ങേ ഈ ലോകം അറിയട്ടെ.
നദിയിലും കായലിലും കുളങ്ങളിലും അരുവികളിലും നിറയെ രക്തം. കുടിക്കാൻ പോലും ചെലവില്ല മഹാരാജൻ. മത്സ്യങ്ങളെല്ലാം ചത്തൊടുങ്ങുന്നു. നദിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു. ഓ, ഇതാണോ കാര്യം? ഈജിപ്തിലെ മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതാണോ നിങ്ങളുടെ കർത്താവിന്റെ മഹത്വം? ഹ, 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 ഹ. കർത്താവേ, അങ്ങ് കാണുന്നില്ലേ? ഫറവോയുടെ ഹൃദയം വീണ്ടും വീണ്ടും കഠിനമാകുന്നു. ജനത്തെ വിട്ടയക്കുവാൻ അവിടുന്ന് തയ്യാറാവുന്നില്ല. മോശെ, നീ ഫറവോയുടെ അടുക്കൽ ചെന്ന് പറയുക, കർത്താവ് കൽപ്പിക്കുന്നു, എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക. അവരെ വിട്ടയക്കാൻ നീ വിസമ്മതിച്ചാൽ തവളകളെ അയച്ച് ഞാൻ നിന്റെ രാജ്യത്തെ പീഡിപ്പിക്കും. നദിയിൽ തവളകൾ പെരുകും. നിന്റെ മന്ദിരത്തിലും ശയനമുറിയിലും കിടക്കയിലും നിന്റെ സേവകരുടെയും ജനങ്ങളുടെയും ഭവനങ്ങളിലും അടുപ്പുകളിലും മാവ് കുഴയ്ക്കുന്ന പാത്രങ്ങളിലും അവ കയറിപ്പറ്റും. നിന്റെയും ജനത്തിൻ്റെയും സേവകരുടെയും മേൽ അവ വന്നു കയറും. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഫറവോ രാജാവേ, ഇതാ കൊട്ടാരത്തിലെല്ലാം തവളകൾ. മഹാരാജാവേ, അടുക്കളയിലും തീൻമേശയിലും പാത്രങ്ങളിലും പൂജാമുറികളിലും എല്ലാം തവളകൾ. ഇതാ ആ തവളകൾ ഇങ്ങോട്ട് വരുന്നു. ഇത് ആ മോശയുടെ പണികളാണ്. അവൻ നമുക്കൊരു ശല്യമായി മാറിയിരിക്കുന്നു. മഹാരാജാവേ, നമ്മുടെ മന്ത്രവാദികൾക്ക് അവയെ ഓടിക്കാൻ സാധിക്കുന്നില്ല. ആരോടെ? അടിയൻ മഹാരാജൻ, ആ മോശയെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ. മോശെ, എന്നിൽ നിന്നും എന്റെ ജനത്തിൽ നിന്നും തവളകളെ അകറ്റിക്കളയുന്നതിന് നീ കർത്താവിനോട് അപേക്ഷിക്കുവിൻ. കർത്താവിന് ബലിയർപ്പിക്കാനായി ജനത്തെ ഞാൻ വിട്ടയക്കാം. നിന്നിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും തവളകളെ അകറ്റി നദിയിൽ മാത്രം ഒതുക്കി നിർത്താൻ ഞാൻ നിനക്കും നിങ്ങളുടെ ജനത്തിനും വേണ്ടി എപ്പോഴാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്? നാളെ തന്നെ പ്രാർത്ഥിക്കണം. ശരി, കർത്താവ് നാളെ തന്നെ നിന്നിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും തവളകളെ അകറ്റും. പക്ഷേ നീ ജനത്തെ വിട്ടയച്ചില്ലെങ്കിൽ ഇനിയും കൂടുതൽ ബാധകൾ ഉണ്ടാകും. നിങ്ങൾ അറിയോ എന്തോന്ന്? ആ മോശയും അഹ്റോനും പ്രാർത്ഥിച്ചപ്പോൾ തവളകൾ ചത്തൊടുങ്ങി. അവരുടെ കർത്താവിന്റെ ഒരു ശക്തിയെ തരത്തിൽ അടക്കം പറയുന്നത് കേട്ടു. എന്താ? ഫറവോയെ ജനത്തെ വിട്ടയക്കുകയില്ല. ഈ അടിമകളെ വിട്ടയച്ചാൽ പിന്നെ ആരാണ് ഈ കാണുന്ന ജോലികളെല്ലാം ചെയ്തു തീർക്കുന്നത്? അത് ശരിയാ. ഫറവോയുടെ ഹൃദയം കൂടുതൽ കഠിനമായി അവരെ കൊണ്ട് കൂടുതൽ പണികൾ ചെയ്യിപ്പിക്കുകയാണ്. ഈ മോശ വഴി അവരുടെ കർത്താവ് ഇപ്പോൾ 2 ബാധകളാണ് അയച്ചത്. ആദ്യം നദിയിലെ ജലം രക്തമായി മാറി, പിന്നെ തവളകൾ കൊണ്ട് രാജ്യം നിറഞ്ഞു. ഇനിയും എന്തൊക്കെയാണോ ആവോ വരാൻ പോകുന്നത്? വരൂ, നമുക്ക് ജനത്തിന്റെ അടുത്തേക്ക് പോകാം. സ്കിറ്റ് എല്ലാവർക്കും ഇഷ്ടമായോ? വടി ഉയർത്തിയപ്പോഴേ, മോശ വടി ഉയർത്തിയപ്പോഴേ നൈൽ നദിയിലെ വെള്ളം എന്തായി മാറി?
രണ്ടാമത്തെ ബാധ ഏതായിരുന്നു? ഇപ്പൊ 2 ബാധ വന്നല്ലേ? കുട്ടികൾ നന്നായിട്ട് അഭിനയിച്ചില്ലേ? നമ്മൾ ബൈബിൾ സ്കിറ്റുകൾ കളിക്കുമ്പോൾ നമുക്ക് നല്ല കഴിവുകൾ ദൈവം തരും. മോശയാകാനും ഫറവോ രാജാവാകാനും ഭടന്മാരാകാനും ഒക്കെ ദൈവം നമുക്ക് ഒരുപാട് കഴിവുകൾ, അഭിനയിക്കാനുള്ള കഴിവുകൾ, ബൈബിൾ പഠിക്കാനുള്ള കഴിവുകൾ അതെല്ലാം തരും. അപ്പോൾ ഇനിയും നിങ്ങൾ എല്ലാ ദിവസവും ഈ പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ സംഭവങ്ങൾ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഫറവോ രാജാവ് ഈ ബാധകളെല്ലാം അയച്ചെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, കർത്താവിൻ്റെ ഹിതത്തിലേക്ക് വന്നോ? ഫറവോ രാജാവിൻ്റെ ഹൃദയം കൂടുതൽ കഠിനമായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഫറവോ രാജാവിൻ്റെ ഹൃദയം കഠിനമായി എന്ന് ഇന്ന് നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം. നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ കുഞ്ഞുങ്ങളാണ്. നിങ്ങൾക്കിങ്ങനെ ആഗ്രഹിക്കാം, ദൈവമേ ഞാൻ അതുപോലെ 10, 35, 40, 50 ഒക്കെ വയസ്സാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട്, കൂട്ടുകാരുടെ പ്രേരണ കൊണ്ട് അതുപോലെയൊക്കെ ആകാനായിട്ട് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇടവരുത്തരുതെന്ന് നിങ്ങൾക്കൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കത്തില്ലേ? ഈ ഫറവോ രാജാവിനെ പോലെ നിങ്ങളും ഒരു 10, 35 വയസ്സാകുമ്പോൾ മറ്റൊരു ഫറവോ രാജാവ് ആകണോ? ഹൃദയം കൂടുതൽ കഠിനമാക്കണോ? നമുക്ക് അങ്ങനെ ഒരു പ്രതിജ്ഞയാണ് നമ്മളിപ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാ. അതുപോലെ മോശയുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിക്കാം. മോശ എത്ര വിശ്വസ്തയോടെയാണ് തൻ്റെ ദൗത്യം, ആ സഹനങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ പോകുക അല്ലേ? അപ്പം കർത്താവ് പറയുന്ന ആ വഴിയിലൂടെ ഇന്നും നമ്മോട് കർത്താവ് സംസാരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വചനത്തിലൂടെ സംസാരിക്കില്ലേ? ഇതുപോലെ മോശയെ പോലെ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇതുപോലെയുള്ള തെറ്റുകളിലേക്ക് ഞാൻ പോകില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? ഈ ബൈബിൾ പഠിക്കുമ്പോഴും ഇതുപോലെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള ചില പ്രതിജ്ഞകൾ എടുത്ത് അതിൻ്റെ കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ 2 പ്രതിജ്ഞ എടുക്കേണ്ടത്, 2 കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്ന്, ഫറവോ രാജാവിനെ പോലെ എൻ്റെ ഹൃദയം കൂടുതൽ കഠിനമാക്കുവാൻ ദൈവമേ അങ്ങ് ഇടവരുത്തരുതേ. 2, മോശയെ പോലെ ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം. ഇന്ന് നിങ്ങൾ വിദ്യാർത്ഥികളാണ്, പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ അച്ഛനെയും അമ്മയൊക്കെ ചെറിയ കാര്യങ്ങളൊന്ന് സഹായിക്കുക. അവരോട് ധിക്കാരം കാണിക്കാതിരിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് തോന്നുന്നതാണ്, എനിക്കെല്ലാം അറിയാം, പപ്പായും മമ്മി ഇനി എന്നോടൊന്നും പറയണ്ട, അധ്യാപകർ എന്നോടൊന്നും പറയണ്ട, എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെയുള്ള ചില ചിന്തകളൊക്കെയാണ് നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നത്. ഈ ബൈബിൾ ഭാഗം പഠിക്കുമ്പോൾ ഇല്ല, ദൈവം മോശയ്ക്ക് കൊടുത്തതുപോലെയുള്ള അരുളപ്പാടാണ് വചനത്തിലൂടെ, ദിവ്യബലിയിലൂടെ, ദൈവത്തിൻ്റെ സ്ഥാനത്തുള്ള മാതാപിതാക്കന്മാരെ, ഗുരുജനങ്ങളിലൂടെയൊക്കെ എനിക്ക് ലഭിക്കുന്നത്. അവർക്ക് വിധേയപ്പെട്ട് മോശയെപ്പോലെ ധൈര്യത്തോടെ അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ, അങ്ങനെ ജീവിക്കുവാൻ വേണ്ട ശക്തി തരണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം അല്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, മോശ പ്രാർത്ഥിച്ചപ്പോൾ മോശയ്ക്ക് ഉത്തരം കൊടുത്തു. മോശ അപേക്ഷിച്ചപ്പോൾ കർത്താവ് അത് സ്വീകരിച്ചു. മോശയ്ക്ക് അവിടുന്ന് മറുപടി കൊടുത്തു. നല്ല ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോഴും മോശയോട് അങ്ങ് സംസാരിച്ചതുപോലെ ഞങ്ങളോടും അങ്ങ് സംസാരിക്കണമേ. വചനത്തിലൂടെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാരിലൂടെയും ഞങ്ങളുടെ അധ്യാപകരിലൂടെയും ഞങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവിലൂടെയും ദൈവമേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. നല്ല ദൈവമേ, പ്രത്യേകമായിട്ട് ഈ കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ദൈവമേ, അങ്ങയുടെ സ്വരം ശ്രവിക്കുവാൻ, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് സംസാരിക്കുന്ന ആ സ്വരം തിരിച്ചറിയുവാൻ ഈ കുഞ്ഞുങ്ങളെ ദൈവമേ അങ്ങ് അനുവദിക്കണമേ. അങ്ങയുടെ വഴിയിൽ നിന്ന് മാറിപ്പോകുവാൻ അങ്ങ് ഈ കുഞ്ഞുങ്ങളെ അനുവദിക്കരുതേ. മോശ അപേക്ഷിച്ചതുപോലെ കർത്താവ് പ്രവർത്തിച്ചു എന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. ദൈവമേ, അങ്ങയുടെ ഹിതമനുസരിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ ഈ കൊച്ചു മനസ്സുകളുടെ പ്രാർത്ഥനയുമായിട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാനും മോശ അപേക്ഷിച്ചതുപോലെ അങ്ങ് പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ദൈവമേ, ഈ കുഞ്ഞുങ്ങൾ അവരുടെ ചെറിയ അപേക്ഷകളുമായിട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി
അങ്ങയെ തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ അങ്ങ് കൃപയാകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് എത്രയും ദയുള്ള മാതാവെ ഉറക്കെ ചൊല്ലി നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സന്നിധിയിലൂടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനിൽ നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല. നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകെ, ദയുള്ള മാതാവേ, വിശ്വാസ ധൈര്യപ്പെട്ട് നിന്റെ ഉപാദങ്ങൾ ഞാൻ അണയുന്നു. നെടുവേർപ്പെട്ട് കണ്ണുകർശന്റെ കാവ്യായി ഞാൻ സാധിക്കത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുകൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതിയല്ലിക്കേ. ഈശോ മിശിഹായ്ക്ക്